നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് നടപടിക്കും സമരം അവസാനിപ്പിക്കാനുള്ള CJP തീരുമാനത്തിനുമെതിരെ ജന്തർ മന്ദറിലേക്ക് വിദ്യാർത്ഥി സംഘടന മാർച്ച് അനുമതി നൽകിയില്ലെങ്കിലും മാർച്ച് തടയാതെ പോലീസ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച്. CJP സമരം നിർത്തിയത് നേരത്തെയായി പോയെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇപ്പോൾ എന്താണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്ന, അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്? എവിടങ്ങളിലൊക്കെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്? അക്ഷയ, പ്രധാനമായും ആസമിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുന്നത്. ACNS, AADSO, ഐസ, ASF, SFI, PSYA, PSA, PDSU, PSC, HHS, HHAS, KYS തുടങ്ങി നിരവധി സംഘടനകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന്, അതായത് വിദ്യാർത്ഥി സമരത്തിൽ CJPക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രതിഷേധിച്ച പാർട്ടികളാണ്. KYS ആയാലും SFI ആയാലും AISF ആയാലും ഐസ ആയാലും എല്ലാം തന്നെ ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ ഈ CJP സമരം അവസാനിപ്പിച്ച സമയം ശരിയായില്ല എന്നൊരു വിമർശനം ഇപ്പോൾ ഇവർക്കെതിരെയുണ്ട്. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജന്തർ മന്ദറിലേക്ക് മാർച്ച്. ഇത് കേവലം ഡൽഹി പോലീസിന്റെ നടപടിയിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉൾപ്പെടെ വ്യാപകമായ രീതിയിൽ സമരം ചെയ്തവർക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരുന്നു. ആ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടക്കുന്നത്. പോലീസിന്റെ മുൻകൂർ അനുമതിയില്ലാതെയാണ് മാർച്ച് നടത്തിയിട്ടുള്ളത്. 5 മണി വരെയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ജന്തർ മന്ദറിൽ സമരം നടത്താനുള്ള ഒരു സമയപരിധി എന്ന് പറയുന്നത്. 5 മണി വരെ തന്നെ സമരം ഉണ്ടാവുകയുള്ളൂ എന്നെന്തായാലും വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധം അതിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് തന്നെ വേണം ഒരു പരിധിവരെ മനസ്സിലാക്കാൻ. കാരണം ഈ CJPയുടെ പ്രവർത്തകരോ ഭാരവാഹികളോ ഒന്നും തന്നെ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല. പകരം ഇടത് വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുമാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ജന്തർ മന്ദറിൽ എത്തിയ ഏകദേശം 300ഓളം വിദ്യാർത്ഥികളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. 5 മണിക്കുള്ളിൽ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥികളും അറിയിച്ചിട്ടുള്ളത്. സ്ഥലത്ത് എന്തായാലും പോലീസ് ഈ പ്രതിഷേധക്കാരെ ആരെയും തടഞ്ഞിട്ടില്ല. പക്ഷേ RAFന്റെ കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ ജന്തർ മന്ദറിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ സമരവേദിക്ക് ചുറ്റുമായി നിൽപ്പുമുണ്ട്. ഒരു പ്രതികരണം കേൾക്കാം. It has to take up this issue right now, proactively, more proactively than it has been doing till now. Like it was on the appeal of CJP, it was on the call of CJP that lakhs of students had congregated in Jantar Mandir, and many more had started parallel protest in many states. Now, when these common students are facing state repression in different states, the responsibility is on CJP to take up this issue more proactively. Yesterday, CJP had given an ultimatum of 24 hours. That time has passed. That 24 hours have passed, and the government hasn't done anything to reassure us that they are going to look into this. In fact, they have even expanded the repression even more. In Delhi itself, all the social media posts which are criticizing Modi, FIRs have been lodged against them. The Delhi police is now trying to figure out who has sent food items to Jantar Mandir. പി ബസന്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ CJPക്കെതിരായി പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ്? വിമർശനശരങ്ങൾ എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു 100ഓളം വിദ്യാർത്ഥികളുണ്ട്. സ്റ്റുഡന്റ് യൂത്ത് യൂണിറ്റി എന്നുള്ള പേരിലാണ് ഐസ, SFI, ASF തുടങ്ങിയ കക്ഷികളിൽ നിന്നുള്ള ഏതാനും പേരാണുള്ളത്. പിന്നെ PDSU, പിന്നെ AADSO, KYS എന്ന് പറയുന്ന CPMLന്റെ യുവജന സംഘടന തുടങ്ങിയവരൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം 100-150 പേരുള്ളത്. ഇവർ പ്രധാനമായും ഇപ്പോൾ സംസാരിക്കുന്നവർ CJPക്കെതിരെയാണ് സംസാരിക്കുന്നത്. അതായത് CJPയുടെ ഈ നേരത്തെയുള്ള സമരം ഒത്തുതീർപ്പാക്കൽ അത് ശരിയായില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ നിലപാട്. കുറച്ചു സമയം കൂടി പ്രക്ഷോഭം തുടരേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദിശ യൂണിയന്റെ നേതാവായ കാർത്തക ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതായത് CJP നേരത്തെ സമരം പിൻവലിക്കുകയായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു.
എല്ലാവരുടെയും മോചനത്തിന് ശേഷം, അതായത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള എല്ലാവരുടെയും മോചനം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിലൊരു സമരം പിൻവലിക്കലിലേക്ക് പോകാൻ പാടുള്ളതായിരുന്നു എന്നായിരുന്നു ഇപ്പോൾ പറയുന്നത്. പ്രധാനമായും ഇത് CJPക്ക് നിലപാട് ശരിയായില്ല എന്നുള്ള തരത്തിലാണ്. പോസ്റ്റേഴ്സും ആ രീതിയിലാണ്. ഈ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയോ എന്നുള്ള ചോദ്യത്തിന് കുത്തി എന്ന് പറയുന്നില്ല, പക്ഷേ ഈ സമരം പിൻവലിച്ച രീതി ശരിയായില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സാർത്ഥക് പറയുന്നുണ്ട്. അവരുടെ പോസ്റ്ററുകളിൽ പലതും ഈ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള തരത്തിൽ തന്നെയാണ്, ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി സമര ഇതിൽ ഒരു വലിയ വിള്ളൽ വരുന്നു എന്നുള്ളതാണ് ഒരു സൂചന. ഇടത് വിദ്യാർത്ഥികൾ മാറുന്നു CJPയുടെ ഈ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ നിന്നും എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ പോലീസ് ഇവിടെ തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അവിടെ മാറി ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഒക്കെ ഇവിടെ നേരത്തെ ഉള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അവരാരും ഇതിനെ തടയുകയോ ഒന്നും ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ ജനതാദൾ യുണൈറ്റഡിന്റെ ഓഫീസിന് മുന്നിൽ ഒരു 100-150 വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രധാനമായും ഇതാണ് ഈ പറയുന്ന വിദ്യാർത്ഥികളെ മോചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ഇതിൽ CJPയുടെ പ്രതിനിധികളില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിള്ളൽ അതിൽ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ വ്യക്തമായി തന്നെ ഈ PDSU, ദിശ പോലുള്ള സംഘടനകൾ വളരെ ഉറച്ചു തന്നെ അവരുടെ പ്രസംഗത്തിലും പറയുന്നുണ്ട്. CJPക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. ഇത് ഈ ഒത്തുതീർപ്പ് ശരിയായില്ല എന്നുള്ള തരത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്.